الحمد لله الذي لم يلد ولم يولد ولم يكن له كفوا أحد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സർവശക്തനും കാരുണ്യവാനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹുവിൻ്റെ ഖുർആനും തിരുദൂതരുടെ സുന്നത്തും സമ്പൂർണമായി ജീവിതത്തിൽ പകർത്തി ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് രണ്ട് വിധങ്ങളിലായിട്ടാണ് അള്ളാഹു നിർവഹിച്ചിട്ടുള്ളത്. ഇണകളായ മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ച് സംവിധാനിച്ചു ഭിന്നങ്ങളായ വ്യത്യസ്തമായ ശരീരഘടനയും സ്വഭാവ രീതികളും നൽകി. ഈ രണ്ട് സൃഷ്ടിപ്പിൻ്റെ തലങ്ങളെയും അതാതിൻ്റെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് രണ്ട് വിഭാഗത്തിനും അവരുടേതായ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ജീവിതത്തിലെ ചുമതലകളും പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായി ഒരു സാമൂഹിക ക്രമത്തിൽ സംഭവിക്കാവുന്ന ഒന്ന് ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തേക്കാൾ മികച്ചു നിൽക്കും എന്നുള്ളതാണ്. സൃഷ്ടിപരവും ശാരീരികവുമായ ആ സവിശേഷതകൾ കൊണ്ട് കുടുംബത്തിൻ്റെ ഭരണം പുരുഷനെ ഏൽപ്പിച്ചുവെങ്കിലും സ്ത്രീയുടെ മേലുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചും പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യവും വ്യക്തവുമായി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ ദീൻ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടിട്ടുള്ളൊരു മേഖല സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീയുടെ അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന, അവരെ അടിച്ചൊതുക്കുന്ന, അവരെ പർദ്ദയുടെ തടവറക്കുള്ളിൽ തളച്ചിടുന്ന, സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ഗോത്ര നാഗരികതയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരാണ് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ. ആ വിമർശനങ്ങൾ ഏറ്റവും ശക്തമായി പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് കേരളത്തിൻ്റെ സാമൂഹിക മണ്ഡലത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവർ ഈ ആരോപണങ്ങൾ മുൻനിർത്തി പലപ്പോഴും ലഭ്യമാകുന്ന അവസരങ്ങളെ ഈ ആരോപണങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച് പോരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ വർത്തമാനകാലത്ത് നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു വൈരുദ്ധ്യമെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ മലീമസമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് നിർവഹിച്ചിട്ടുള്ള സിനിമാ മേഖല. നമുക്കറിയാം, മനുഷ്യർ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്ന കുടുംബ ബന്ധത്തെ തകർക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനമായി ശ്രമിച്ചു പോകുന്നത് ഈ മേഖലയാണ് എന്ന് കാണാൻ സാധിക്കും. കാരണം ഈ അടുത്ത കാലത്ത് ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്ന LGBTQ എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്,
അതുപോലെ സ്ത്രീ പുരുഷ സമത്വത്തിന്റെ പേരെന്ന് പറഞ്ഞുകൊണ്ട് അഴിഞ്ഞാടുന്നതിനുള്ള അവസരങ്ങൾ നൽകിയത്. കുടുംബം എന്നൊരു വ്യവസ്ഥ തന്നെ വേണ്ടതില്ല. ഒരു മലയാളത്തിലൊരു സംവിധായകൻ തുറന്നു പറഞ്ഞത്, ഒരു 10 വിവാഹമോചനങ്ങൾ നടന്നാൽ എൻ്റെ സിനിമ വിജയിച്ചു എന്നാണ്. അത്രയേറെ മനുഷ്യൻ പവിത്രമായി കാത്തു സൂക്ഷിക്കുന്ന ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നതിനു വേണ്ടി സമൂഹത്തിൽ ഏറ്റവും വലിയ പങ്ക് നിർവഹിച്ചിട്ടുള്ള ആളുകളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവർ ഇസ്ലാമിന് നേർക്ക് എന്നും ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണം സ്ത്രീകളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പക്ഷേ ഏറ്റവും രൂക്ഷമായ വൃത്തികെട്ട അഴുക്കുചാലുകളിൽ നിന്ന് ഉയരുന്ന ദുർഗന്ധത്തേക്കാൾ മോശമാണ് ഇപ്പം ആ മേഖലയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത്. ആ പദം സമീപകാലത്ത് രൂപപ്പെട്ടതാണ്. അബ്യൂസിംഗ് വൺസ് പവർ ടു ഒബ്റ്റെയിൻ സെക്ഷൽ പാർട്ട്ണർ, തന്റെ അധികാരം മറ്റൊരാളിൽ നിന്ന് ലൈംഗികാസ്വാദനം നേടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാണ് ഡിക്ഷണറികളിൽ ഈ വാക്കിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. അഥവാ താൻ പറയുന്ന പണിയെടുത്താൽ, ആ പണി താൻ പറയുന്ന കാര്യങ്ങൾ നിർവഹിച്ചാൽ മാത്രമേ നിനക്ക് ഞാൻ റോള് തരുള്ളൂ, നിനക്ക് ജോലി തരുള്ളൂ എന്നതിന് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപപ്പെട്ടൊരു പദമാണ് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത്. ഇതിനേക്കാൾ ഒരു സ്ത്രീയുടെ അവകാശത്തെ നിഷേധിക്കുന്ന, സ്ത്രീത്വത്തെ ചവിട്ടുമെതിക്കുന്ന വേറൊരു സങ്കല്പം ലോകത്തിന്റെ മുമ്പ് ഉണ്ടായിത്തീർന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദീനിനെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശിക്കുകയും ആരോപണമുന്നയിക്കുകയും പിന്തിരിപ്പനാണ് ഇസ്ലാമിന്റെ സ്ത്രീ സമീപനങ്ങൾ എന്ന് പറയുകയും ചെയ്തിട്ടുള്ള ആളുകൾ ഈ ലൈംഗിക വൈകൃതത്തിൽ അവർ നിർവഹിച്ച പങ്ക്, കള്ളക്കടത്ത് സമൂഹത്തിൽ വ്യാപകമാക്കുന്നതിൽ അവർ വഹിച്ച പങ്ക്, അവിഹിത ബന്ധങ്ങൾ സമൂഹത്തിൽ വളർത്തുന്നതിൽ അവർ വഹിച്ച പങ്ക്, എത്രയെത്ര പ്രമാദമായ കൊലക്കേസുകളുടെ പ്രതികൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഇന്ന സിനിമയാണ് എനിക്ക് ഈ കൊലക്കേസ് നടത്താൻ, ഈ കവർച്ച നടത്താൻ പ്രേരകമായിട്ടുള്ളത്. മോഷണവും കൊലപാതകവും തട്ടിപ്പും തുടങ്ങി സമൂഹത്തിലെ പ്രമാദമായ പല കേസുകളിലും പ്രതികൾക്ക് പ്രേരണയായി തീർന്നത് അവർ കണ്ടിട്ടുള്ള സിനിമകളാണ്. ചുരുക്കത്തിൽ സമൂഹത്തിന്റെ ധാർമ്മികതയെ തകർക്കുക എന്നതല്ലാതെ ആധുനിക കാലഘട്ടത്തിലെ ഈ കൊമേഴ്ഷ്യൽ മേഖലയിൽ നിന്ന് ഒരു നന്മയും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇവർ വിമർശിക്കുന്ന ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഇവർ പ്രതിക്കൂട്ടിൽ കയറ്റാൻ ശ്രമിക്കുന്ന പരിശുദ്ധ ദീനിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാലത്തും നമുക്ക് വളരെ അഭിമാനത്തോടുകൂടി സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയാൻ സാധിക്കും. വർഷം 1400 കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ കിതാബിന് കിതാബ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന ഈ പരിശുദ്ധ ഗ്രന്ഥത്തിന് പഴക്കം 1400 വർഷത്തിലേറെയുണ്ട്. ആ ഗ്രന്ഥം ലോകത്തിന് പരിചയപ്പെടുത്തിയ പ്രവാചകൻ കഴിഞ്ഞുപോയിട്ട് 1400-ലേറെ വർഷം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്ത്രീയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നിടത്ത്, സ്ത്രീക്ക് ഔന്നിത്യം നൽകുന്നിടത്ത് ഈ പരിശുദ്ധ ഗ്രന്ഥത്തോളും പരിശുദ്ധ പ്രവാചകനോളും സമാനമായ ആശയം ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞ ഒരു ഇസവുമില്ല, ഒരു പ്രത്യയശാസ്ത്രവുമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദുനിയാവിലെ ഏറ്റവും മികച്ച വിഭവം ഏതാണ്? സമ്പത്തല്ല, ബിൽഡിങ്ങുകളല്ല, ഭൂസ്വത്തല്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ വിഭവം എന്ന് റസൂലുള്ള പറഞ്ഞത് ഏതിനെ കുറിച്ചാണെന്നറിയാമോ? അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അദ്ദുനിയ മതാ വ ഖൈറു മതാഇദ് ദുനിയ അൽ മർഅത്തു സ്വാലിഹ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. ഈ ദുനിയാവ് മുഴുവൻ വിഭവങ്ങളാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഈ ദുനിയാവിലെ ഏറ്റവും മികച്ച വിഭവം സൽവൃത്തയായൊരു സ്ത്രീയാണ്, സാലിഹത്തായ സ്ത്രീയാണ്. ദുനിയാവിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്ന് സ്ത്രീക്ക് സ്ഥാനം നൽകിയ ആദർശമാകുന്നു ഇസ്ലാം. ഈ ഇസ്ലാമിനോളം സ്ത്രീക്ക് സുരക്ഷ നൽകിയ മറ്റൊന്നിനെയും നമുക്ക് കാണുക സാധ്യമല്ല. പ്രത്യേകിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ പറഞ്ഞ കാസ്റ്റിംഗ് കൗച്ചിന്റെ ഈ കാലഘട്ടത്തിൽ ഇവിടെ പ്രത്യേകമായി പരിശുദ്ധ ഇസ്ലാം ഏതൊക്കെ തലങ്ങളിലാണ് സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അന്ത്യനാൾ വരെ മാതൃകാപരമായ ജീവിതം നയിക്കുന്ന വിശ്വാസികൾക്കുള്ള മാതൃകയായി അവതരിച്ചത് 2 വനിതകളെ. ഒന്നാമത്തേത്, എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായിരുന്നിട്ടും വിശ്വാസത്തിന്റെ ദൃഢതയാൽ പിടിച്ചു നിന്ന് പ്രതിസന്ധികളെ അതിജീവിച്ച ഫറോവയുടെ പത്നിയായ ആസിയ റളിയല്ലാഹു തആല അൻഹ.
2, ഭർത്താവില്ലാതെ ഗർഭിണിയായി തീരുക എന്ന പടച്ചതമ്പുരാന്റെ വിധിക്ക് വിധേയമായി അപമാനിതയായി ദിനങ്ങൾ കഴിച്ചുകൂട്ടേണ്ടി വന്ന് ആരോപണത്തിന്റെ ശരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴും പകച്ചു പോകാതെ അല്ലാഹുവിലുള്ള തഖ്വ മുൻനിർത്തിക്കൊണ്ട് വമർയമ ബിനത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹ, ഗുഹ്യഭാഗത്തെ അല്ലാഹു സുരക്ഷിതമായി സംരക്ഷിച്ച ആ പരിശുദ്ധയായ മറിയം റളിയല്ലാഹു തആല, ഈ 2 വനിതകളെയാണ് അന്ത്യനാൾ വരെയുള്ള വിശ്വാസികൾക്ക് മാതൃകയായി സമർപ്പിച്ചിട്ടുള്ളത്. ലോകത്ത് 10-30 ലക്ഷം ആളുകൾ കഴിഞ്ഞ വർഷം വരേക്കും ഒരേ പ്രാർത്ഥനയിൽ, ഒരേ വസ്ത്രദാനത്തോടെ, ചുണ്ടിൽ നിന്ന് ഒരേ ദിക്റുകൾ പുറത്തു വരുന്ന വിധത്തിൽ ഒരുമിച്ചുകൂടിയ പരിശുദ്ധ ഹജ്ജ് ഇന്ന് ഓരോ ദിനവും ലക്ഷങ്ങൾ വന്നുകൊണ്ട് ഉംറ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു ഓട്ടമുണ്ട്, ഒരു നടത്തമുണ്ട്. ഓർമ്മിക്കപ്പെടുന്നത് ഒരു വനിതയാണ്, ഹാജർ എന്ന വനിത. സൗന്ദര്യത്തിന്റെ പിൻബലം കൊണ്ടല്ല, സമ്പത്തിന്റെ പിൻബലം കൊണ്ടല്ല, മറിച്ച് ഭർത്താവിന്റെ മുമ്പിൽ അനുസരണത്തോടുകൂടി വിട്ടേച്ചു പോകുന്ന ഘട്ടത്തിലും അള്ള പറഞ്ഞിട്ടാണോ പോകുന്നത് എങ്കിൽ ഞാൻ ഇതാ സമാധാനമടയുന്നു എന്ന് പ്രതികരിച്ച ഒരു സ്ത്രീയുടെ ഭക്തി, ആ സ്ത്രീയുടെ ഏകാന്ത ജീവിതത്തിലും അവർ കാത്തു സൂക്ഷിച്ച അള്ളാഹുവിലുള്ള ഭയം. അതുകൊണ്ട് നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞു പോയാലും അറബികളുടെ മാതാവ് എന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയരാൻ സാധിച്ചു ദരിദ്രയായ സ്ത്രീക്ക്. വനിതയാണ് മാതൃക. സ്ത്രീയും പുരുഷനും ഒരേ ആത്മാവിന്റെ ഭാഗമെന്ന് പഠിപ്പിച്ച ഒരു സന്ദേശം. യാ അയ്യുഹന്നാസ്, 4-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ ആയത്ത് എങ്ങനെയാ തുടങ്ങുന്നത്? വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരാത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ഭയപ്പെടുക, സൂക്ഷിക്കുക. വഖലഖ മിൻഹാ സൗജഹാ, അതിൽ നിന്ന് തന്നെ ആ മനുഷ്യന്റെ ഇണയെയും സൃഷ്ടിച്ചു. ഒരേ ശരീരത്തിന്റെ ഭാഗം, ഒരേ ആത്മാവിന്റെ ഭാഗം. വാമഭാഗമെന്ന് മലയാളത്തിൽ പറയും. വാമം എന്നാൽ ഇടത്ത് എന്നാണ്. ഇടത്തെ വാരിയല്ലുകൊണ്ട് പുരുഷന്റെ ഇടതുഭാഗത്ത് നിൽക്കുന്ന ഒരേ ആത്മാവിന്റെ ഭാഗമായി 2 പേരെയും കോർത്തിണക്കിയ പരിശുദ്ധമായൊരു ആദർശം. ഒരാളെ മേലെയെന്നും ഒരാളെ താഴെയെന്നും എന്ന നിലക്ക് വേർതിരിവ് പഠിപ്പിച്ചില്ല. റോളിൽ, ഉത്തരവാദിത്തങ്ങളിൽ, ചുമതലകളിൽ വ്യത്യാസമുണ്ടെങ്കിലും അസ്തിത്വത്തിൽ ഒന്നിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ചു. അതിനോളം ഉന്നതമായൊരു സ്ഥാനം നൽകാനില്ല. മഹാനായ റസൂലുള്ളാഹി അതിന് വ്യാഖ്യാനം നൽകി. ഇന്നൻ നിസാഅ ശഖായിഖുർ റിജാൽ, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസ്. തീർച്ചയായും സ്ത്രീകൾ പുരുഷന്റെ പകുതിയാണ് എന്ന് പഠിപ്പിച്ചു. പിന്നെ സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെടാവുന്ന ഒരു ഭാഗം സ്വാതന്ത്ര്യത്തിൻ്റെതാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആപേക്ഷികമാണ് എന്ന് നമുക്കറിയാം. ആ സ്വാതന്ത്ര്യം വിജയകരമാകാൻ സമൂഹത്തിന്റെ സമാധാനവും സുരക്ഷിതത്വവും ധാർമ്മികതയും തകർന്നു പോകാത്ത നിലക്ക് കാത്തു സൂക്ഷിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? അള്ളാഹുവിന്റെ മുമ്പിലുള്ള ഇബാദത്താണ്. ആ ഇബാദത്തിനു വേണ്ടി പുരുഷൻ ഒരുമിച്ച് കൂടുന്ന പള്ളിയിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ത്രീക്കുമുള്ള അനുമതി നൽകി പരിശുദ്ധ ഇസ്ലാം. ആരാധനയുടെ കാര്യത്തിലുള്ള സ്വാതന്ത്ര്യം മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങളിൽ പ്രധാനമായ ഒന്നാണ് ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് വളരെ അർത്ഥവത്താണ്. പലരും പിൽക്കാലത്ത് കടന്നു വന്ന പുരോഹിതന്മാര് വാതിലുകൾ കൊട്ടിയടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കാലത്തിന്റെ കുത്തൊഴുക്കിൽ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിനിടയിൽ അവർക്കൊക്കെ പലർക്കും മാറി നിന്ന് പിന്നീട് സ്ത്രീകൾക്കുള്ള നമസ്കാരത്തിനുള്ള സൗകര്യം എന്ന് ബോർഡ് വെക്കേണ്ടി വന്നിട്ടുണ്ട്. ഇസ്ലാം മാറ്റി നിർത്തിയിട്ടില്ല. റസൂലിന്റെ വാക്ക് ഇദനൂ ലിന്നിസാഇ ബിൽ ഖുറൂജി ഇലൽ മസാജിദ് ഫിൽ ലൈൽ എന്നാണ്. രാത്രിയിൽ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാൻ നിങ്ങൾ അനുമതി നൽകണം. രാത്രിയിൽ പോകാൻ നിങ്ങൾ അനുമതി നൽകണം. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഹദീസിന്റെ വ്യാഖ്യാനം എഴുതിയിട്ടുള്ള പരിശുദ്ധമായ സഹീഹ് മുസ്ലിമിന്റെ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനം എഴുതിയ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് നിങ്ങൾ രാത്രിയിൽ അനുമതി കൊടുക്കണമെന്ന് പറഞ്ഞ ഹദീസിനെ എടുത്തുദ്ധരിച്ചിട്ട് പറയുന്നത് റസൂൽ ഉപയോഗിച്ച വാക്ക് രാത്രിയിൽ നിങ്ങൾ അനുമതി കൊടുക്കണം എന്നാണ്. അതിനർത്ഥം പകലിൽ ഒരിക്കലും അവർ തടയപ്പെടരുത് എന്നാണ്. കാരണം രാത്രിയാണല്ലോ ഫിത്ന, കുഴപ്പം ഭയപ്പെടുന്നത്. ആ രാത്രിയിൽ പോലും അനുമതി കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകലിൽ അനുമതി കൊടുക്കണമെന്ന കാര്യത്തിൽ ഒരു സംശയം
സംശയമില്ല. പള്ളി ദർസുകളിൽ ഓതുന്ന ഫത്ഹുൽ ബാരിയിൽ വളരെ വ്യക്തമായിട്ട് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമുള്ള രേഖപ്പെടുത്തുകയാണ്. ആരാധനയുടെ വിഷയത്തിലുള്ള സ്വാതന്ത്ര്യം അവർക്ക് വകവെച്ചു കൊടുത്തു. ഇസ്ലാം സ്ത്രീക്ക് സംബന്ധിച്ചിടത്തോളം സുരക്ഷിതത്വം നൽകുന്നതിന് വേണ്ടി പഠിപ്പിച്ചിട്ടുള്ള ചില പാഠങ്ങൾ, ചില നിയമങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമായ ഒന്ന് വസ്ത്രത്തിന്റെ കാര്യമാണ്. ആ വസ്ത്രം പിന്നോക്കാവസ്ഥയുടെ പ്രതീകമല്ല, ആ വസ്ത്രം അധമത്വത്തിൻ്റെതല്ല. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്നാ അൻ യുറഫ്ന ഫലാ യുദൈൻ വകാന അല്ലാഹു ഗഫൂറർ റഹീമ. സൂറത്ത് അഹ്സാബ് 59-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, പ്രവാചകരെ താങ്കളുടെ ഭാര്യമാരോടും സത്യവിശ്വാസികളായ ആളുകളുടെ ഭാര്യമാരോടും പറയുക, അവരുടെ ശിരോവസ്ത്രങ്ങൾ മാറിലേക്ക് താഴ്ത്തിയിടുന്നതിനു വേണ്ടി അവർക്ക് കൃത്യമായൊരു വസ്ത്രധാരണം പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്തിനു വേണ്ടി ആ പെണ്ണ് അങ്ങനെ ഒരു വസ്ത്രം ധരിക്കുന്നത്? പുരുഷന്റേതിൽ നിന്ന് വ്യത്യസ്തമായി മുഖവും മുൻകൈയുമല്ലാത്ത മറ്റൊന്നും പ്രകടമാകാത്ത വിധത്തിലുള്ള വസ്ത്രധാരണം പഠിപ്പിച്ചത് 2 ലക്ഷ്യങ്ങളോടെയാണ്. ഒന്ന്, അവർ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ്, അവരുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. 2, ഫലായുദൈൻ, അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് രണ്ടുമാണ് ഇസ്ലാമികമായ വസ്ത്രധാരണത്തിന്റെ ലക്ഷ്യം. ഇമാം തുർമുദി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അൽ മർഅതു ഔറതുൻ ഫഇദാ ഖറജത് ഇസ്തശ്റഫഹാ അശ്ശൈത്വാൻ. സ്ത്രീ എന്ന് പറയുന്നത് ഔറത്താണ്. അതുകൊണ്ട് അവൾ പുറപ്പെട്ടാൽ ശൈത്താൻ അവളെ പരപുരുഷന്മാർക്ക് അലങ്കൃതമാക്കി കാണിച്ചു കൊടുക്കും. പുരുഷന്റെ സെക്സ് എന്ന് പറയുന്നത് ദർശനവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ദർശനത്തിന് സാധ്യമാകുന്ന വിധത്തിലുള്ള അംഗലാവണ്യങ്ങൾ പ്രകടമാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായി പിശാച് അവിടെ കടന്നു വരും. അതുകൊണ്ട് അവൾക്ക് സുരക്ഷിതത്വത്തിന് നല്ലത് ഈ വിധത്തിലുള്ള വസ്ത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം. അതോടൊപ്പം തന്നെ പരപുരുഷന്മാരുടെ കൂടെ ഒഴിഞ്ഞിരിക്കരുത് എന്ന് പഠിപ്പിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസ്, റസൂലുള്ളാഹി പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ മഅദി മഹ്റമിൻ. മഹ്റമായ ഒരാളുടെ കൂടെയല്ലാതെ ഒരു സ്ത്രീ ഒരിക്കലും തന്നെ ഒഴിഞ്ഞിരിക്കാൻ പാടില്ല. ഒരാണും പെണ്ണും ഒറ്റക്കാകുന്ന അവസ്ഥയുണ്ടാകരുത്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ആയാൽ മൂന്നാമതായി അവിടെ പിശാചുണ്ടായിത്തീരും. അതുകൊണ്ട് മഹ്റമിന്റെ കൂടെയല്ലാതെ അവൾ ഒഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകാൻ പാടില്ല. അത് പലപ്പോഴും കുഴപ്പങ്ങളിലേക്ക് എത്തിച്ചേർക്കും. നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. മുസ്ലിം സമൂഹം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മുമ്പുള്ളതിനേക്കാളെല്ലാം വളരെ ശുഭോദർക്കമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. അന്യസംസ്ഥാനങ്ങളിലേക്കൊക്കെയുള്ള അവരുടെ യാത്രകൾ പണ്ടത്തേനേക്കാളും കൂടുതലാണ്. പക്ഷെ ആ യാത്രകൾ പലപ്പോഴും ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങൾ തകർക്കപ്പെടുന്നു. ട്രെയിൻ യാത്രകളിലൊക്കെ നമുക്ക് പലപ്പോഴും നേർക്കുനേരെ ഉണ്ടാകുന്ന അനുഭവം ലജ്ജ നഷ്ടപ്പെട്ടു പോയ, മാന്യത നഷ്ടപ്പെട്ടു പോയ വിധത്തിലാണ് പലപ്പോഴും നമ്മുടെ പെൺകുട്ടികൾ പെരുമാറുന്നത്. അവർക്ക് ബോയ് ഫ്രണ്ടുകൾ ഉണ്ടാകും. നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവും ടിക്കറ്റ് ഒന്നിച്ചെടുക്കാൻ വേണ്ടി, ഒരേ ട്രെയിനിൽ പോകാൻ വേണ്ടി. ഭാര്യാഭർത്താക്കളെക്കാൾ അമിതമായ വിധത്തിലുള്ള ഇഴുകിച്ചേരലുകളും പെരുമാറ്റങ്ങളും നടത്തുന്നു. ഒരാൾ കാണുന്നതിലൊന്നും ഇന്ന് യാതൊരു തരത്തിലുള്ള പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ അവർക്കില്ല എന്ന നിലക്ക് അവസ്ഥകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പിശാച് കടന്നു വരും. ക്യാമ്പസുകളിൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരു രംഗമാണ് ആൺപെണ്ണ് ഇടപഴകലിന്റെ മേഖലകൾ. അതിന്റെ ദുരന്തങ്ങൾ ഓരോ ദിവസവും വാർത്തകളായി നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന്യ പുരുഷനും സ്ത്രീയും ഒറ്റക്കായാൽ ഒറ്റക്കല്ല, മൂന്നാമനായി അവിടെ പിശാചുണ്ടാകുമെന്നുള്ള കാര്യം. അതുകൊണ്ട് പരപുരുഷന്മാരോടൊപ്പം ഒഴിഞ്ഞിരിക്കുക എന്നുള്ളത്. നമ്മളിവിടെ ഈ മേഖല നേരത്തെ പറഞ്ഞ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വൃത്തികേട് പരിശോധിക്കുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. റിപ്പോർട്ടുകൾ അതാണല്ലോ വായിക്കുന്നത്. 5 കൊല്ലം മുമ്പ് കേരള ഗവൺമെന്റ് ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിൽ 3-അംഗ സമിതിയെ നിയോഗിച്ചു. അവര് റിപ്പോർട്ട് സമർപ്പിച്ചു. 4.5 കൊല്ലത്തോളം അത് ആരെയും കാണിക്കാതെ വെക്കപ്പെട്ടു. പിന്നീട് വിവരാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പുറത്തിടേണ്ടി വന്നു. 300ഓളം പേജുള്ളതിൽ 233 പേജ് പുറത്തുവിട്ടു. ആ 233 പേജും സാധാരണ സംസ്കാരമുള്ള മനുഷ്യർക്ക് വായിക്കാൻ സാധിക്കാത്തതാണ്. രാത്രിയിൽ വന്ന് വാതിൽ മുട്ടുന്നതിനെ കുറിച്ച്, ശരീരം പങ്കുവെക്കുന്നതിനെ കുറിച്ച്, അതിന് തയ്യാറായില്ലെങ്കിൽ കുടുംബം തകർക്കുമെന്ന
ഭീഷണിയെക്കുറിച്ച്. ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാകുന്നത്? ഇവിടെയാണ് ഇസ്ലാം പറഞ്ഞത്, നിന്റെ മഹ്റമല്ലാത്ത ഒരാളുടെ കൂടെ നീ ഒറ്റക്കായി പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പുരുഷന്മാരോട് കൂടിക്കലരരുത്, പരിശുദ്ധ ഇസ്ലാമിന്റെ നിർദ്ദേശം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നമുക്കറിയാം, മുമ്പിൽ പുരുഷന്മാരായിരുന്നു, അതിന്റെ തൊട്ടു പിന്നിൽ കുട്ടികളായിരുന്നു, അതിന്റെ പിന്നിൽ സ്ത്രീകൾ എന്ന നിലക്കാണ് അന്ന് പള്ളിയിൽ സഫായി അവർ നിന്നിരുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖൈറു സുഫൂഫി റിജാലി അവ്വലുഹാ, പുരുഷന്മാരുടെ സഫിൽ ഏറ്റവും ഉത്തമം ഏതാണ്? ഒന്നാമത്തെ സഫാണ്. എന്നിട്ട് പറഞ്ഞു വശർറുഹാ ആഖിറുഹാ, പുരുഷന്മാരുടെ സഫിൽ ഏറ്റവും മോശമായ സഫ് ഏതാണ്? ഏറ്റവും അവസാനത്തെ സഫാണ്. എന്നിട്ട് പറഞ്ഞു വഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹാ, സ്ത്രീകളുടെ സഫിൽ ഏറ്റവും ഹൈറായത് ഏറ്റവും പിന്നിലുള്ള സഫാണ്. വശർറുഹാ അവ്വലുഹാ, സ്ത്രീകൾക്ക് ഏറ്റവും മോശമായിട്ടുള്ളത് ഏറ്റവും ഒന്നാമത്തെ സഫാണ് എന്ന വിധത്തിലും പഠിപ്പിക്കുകയുണ്ടായി. അഥവാ കൂടിക്കലരലിന്റെയും കൂടിച്ചേരലിന്റെയും അകലത്തെ പരമാവധി സൃഷ്ടിക്കുകയും സ്ഥാപിക്കുകയുമാണ് പരിശുദ്ധ ഇസ്ലാം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ കൂടിക്കലരുകളിലാണ് പലപ്പോഴും തിന്മകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ പ്രകാരം തന്നെ യാത്രയുടെ കാര്യം പറഞ്ഞിടത്തും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹല്ലു ലിംറഅത്തിൻ അൻ തുസാഫിറ ഇല്ലാ വമഅഹാ ദു മഹ്റമിൻ മിൻഹാ, അവളുടെ ഒരു മഹ്റമില്ലാതെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ യാത്ര നടത്താൻ പാടില്ല എന്നുള്ളത്. യാത്ര എന്ന് പറയാവുന്ന ദൂരത്തിലുള്ള വിട്ടുനിൽക്കലുകൾ, അകലലുകൾ തീർച്ചയായും അതൊരു മഹ്റമിന്റെ കൂടെയാകണമെന്നുള്ളത് ഇസ്ലാമികമായ നിർദ്ദേശങ്ങളിൽപ്പെട്ടതാണ്. ഈ ആധുനിക കാലഘട്ടത്തിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിവിധങ്ങളായ രൂപത്തിൽ വിശദീകരിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഇവിടെയൊക്കെ സുരക്ഷിതത്വമാണ് പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനം സ്ത്രീയുടെ മഹത്വം ഉയർത്തിപ്പിടിക്കുക എന്നതാണ്. കാരണം ലോകത്ത് മറ്റൊരാളും ഏൽക്കാത്തൊരു റോളാണ് ഒരു സ്ത്രീ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതേതാണ്? മാതൃത്വം എന്നുള്ളതാണ്, മാതാവ് എന്നുള്ളതാണ്. ലോകത്തെ ഏതു മഹാനും ആ മടിത്തട്ടിലാണ് വളർന്നത്. ലോകത്തെ ഏതു മഹാനും ആ മാറിടത്തിൽ നിന്ന് പോഷക സമൃദ്ധമായ മുലപ്പാൽ കുടിച്ചുകൊണ്ടാണ് വളർന്നു വന്നിട്ടുള്ളത്. ലോകത്തേത് മഹാനും ആ കരലാളനെ ഏറ്റാണ് വളർന്നും വികസിച്ചും വന്നിട്ടുള്ളത്. അതുകൊണ്ട് മനുഷ്യനെ മനുഷ്യനാക്കുന്നതിൽ, മനുഷ്യനെ നന്നാക്കി വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും വലിയ റോൾ എന്നും നിർവഹിച്ചു പോന്നിട്ടുള്ളത് ആരാണ്? അത് ഉമ്മയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം ഏറ്റവും വലിയ ആ ബാധ്യത, പങ്ക് അവരുടെ കാര്യത്തിൽ ഏൽപ്പിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വാക്ക്, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉമ്മമാരെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അല്ലാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയ, വിലക്കിയ കാര്യമാണ്. വമൻ അവഹാത്ത്, രണ്ടാമതായി തുടർന്ന് പറഞ്ഞു, താൻ നൽകേണ്ടത് നൽകാതിരിക്കുകയും തനിക്ക് അർഹമല്ലാത്തത് ആവശ്യപ്പെടുകയും ചെയ്യുക. മൻവഹാത്ത്, അതും നിങ്ങൾക്ക് നിരോധിച്ചു. വവഅദൽ ബനാത്ത്, പെൺമക്കളെ ജീവനോടുകൂടി കുഴിച്ചുമൂടുക. പെണ്ണാണ് എന്ന കാരണത്താൽ പെൺഭ്രൂണഹത്യ, ലോകത്ത് ശരാശരി 3 ലക്ഷത്തോളം പെൺകുട്ടികളാണ് ഓരോ വർഷവും ജനിക്കുന്നതിന് മുമ്പേ മാതാക്കളുടെ ഗർഭാശയത്തിൽ വെച്ച് നശിപ്പിക്കപ്പെടുന്നത്. പെൺഭ്രൂണഹത്യകൾ പാടില്ലെന്ന് പഠിപ്പിച്ചു ഇസ്ലാം. വകരിഹലക്കും ഖീല വഖാൽ, അതുപോലെ തന്നെ കണ്ടതും കേട്ടതും പറയുക എന്നുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിരോധിച്ചതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സാമൂഹികമായ നന്മകളുടെ വിഷയങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിൽ എണ്ണി പറഞ്ഞതാണ് മാതാക്കളെ ഉപദ്രവിക്കരുത് എന്നുള്ളതും, അതുപോലെ തന്നെ പെൺമക്കളെ ആ പെണ്ണാണെന്ന കാരണത്താൽ നിങ്ങൾ അവരെ നശിപ്പിക്കരുത് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, മൻ കാനത് ലഹു ഉൻസ ഫലം യഇദ്ഹാ വലം യുഹിൻഹാ വലം യുഅ്സിർ വലദഹു അലൈഹാ യാനി അദ്ഖൂർ അദ്ഖലഹു അല്ലാഹുൽ ജന്ന. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസ്. ഏതൊരാൾക്ക് പെൺകുഞ്ഞുണ്ടായിട്ട് 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഏതൊക്കെ 3 കാര്യങ്ങൾ? ഒന്ന്, ഫലം യഇദ്ഹാ, അവളെ ജീവനോടുകൂടി കുഴിച്ചുമൂടിയില്ല, പെണ്ണാണെന്ന കാരണത്താൽ ഭ്രൂണത്തെ നശിപ്പിച്ചു കളഞ്ഞില്ല. അതുപോലെ തന്നെ വലം യുഹിൻഹാ, അവളെ അപമാനിച്ചില്ല.
അപമാനിക്കുന്ന വിധപ്പ്, നീ ഒരു പെണ്ണാണെന്ന് മുഖത്ത് നോക്കി പറയുന്ന നിലക്ക് പെൺകുട്ടിയെ താഴ്ത്തിക്കെട്ടുന്ന വിധത്തിൽ പെരുമാറിയില്ല. അതുപോലെ തന്നെ വലം യുസിർ വലദഹു അലൈഹ, ആൺകുട്ടികൾക്ക് അവളെക്കാൾ പ്രാമുഖ്യം നൽകിയില്ല. ഇതില്ലാത്ത നിലക്ക് ആണിനോടും പെണ്ണിനോടും ഒരേ സ്നേഹമുള്ള പോലെ പെരുമാറി പെൺകുട്ടിയെ അപമാനിക്കാതെ, പെൺകുട്ടിയെ പെണ്ണാണെന്ന കാരണത്താൽ നശിപ്പിക്കാൻ ശ്രമിക്കാതെ ആദരിച്ച് വളർത്തിയാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഏറ്റവും വലിയ കടമയും ബാധ്യതയും 3 തവണ അത് ഉമ്മയോടാണ് എന്ന് പഠിപ്പിച്ചാണ് 4ാമത് ഉപ്പയോടാണ് എന്ന കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് സ്ത്രീയോടുള്ള ആദരവ്, സ്ത്രീയോടുള്ള ബഹുമാനം, ആദരവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ് എന്നാ പറയല. അങ്ങോട്ട് കൊടുത്തെങ്കിലേ ഇങ്ങോട്ട് ലഭിക്കുള്ളൂ. നമ്മുടെ ഉമ്മക്ക് ആദരവ് അങ്ങോട്ട് കൊടുത്തെങ്കിലേ നാളെ സമൂഹം നമ്മെ ആദരിക്കുന്നവരായി മാറുള്ളൂ. ഉപ്പക്ക് ആദരവ് നൽകിയെങ്കിലേ തിരിച്ച് ആദരവ് ഇങ്ങോട്ട് കിട്ടുള്ളൂ. ഭാര്യ എന്ന നിലക്ക് നമ്മുടെ അധികാരം പ്രയോഗിക്കാനുള്ളവളല്ല അവൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദരിച്ചു ഭാര്യമാരെ. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, വീട്ടിലാകുന്ന സമയത്ത് വസ്ത്രമലക്കുമായിരുന്നു അവിടുന്ന്, ആടിനെ കറക്കുമായിരുന്നു അവിടുന്ന്, അടുക്കളയിലുള്ള കാര്യങ്ങളിൽ സഹായിക്കുമായിരുന്നു. അതൊക്കെ തന്നെ തന്റെ ഇണയുടെ മനസ്സറിഞ്ഞുള്ള പെരുമാറ്റത്തിന്റെ ഭാഗമാണ്, റെസ്പെക്റ്റിന്റെ ഭാഗമാണ്. ആദരവ് നൽകുമ്പോഴേ ഭർത്താവ് ഭാര്യയെ ആദരിക്കുമ്പോഴേ ഭാര്യയിൽ നിന്ന് ആദരവ് തിരിച്ചു ലഭിക്കുകയുള്ളൂ എന്നതാണ് ഇസ്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യം. അതുകൊണ്ട് ഏറ്റവും മാന്യമായ പെരുമാറ്റം അവർക്ക് നൽകുക എന്നുള്ളതാണ്. പെൺകുട്ടികൾ എന്ന നിലക്ക് 2 പെൺകുട്ടികളെ വിവാഹപ്രായമെത്തുന്നവരെ സംരക്ഷിച്ച് വളർത്തി വലുതാക്കിയാൽ ഞാനും അവനും സ്വർഗത്തിൽ ഇപ്രകാരമാണ് എന്നാണ് 2 വിരലുകളെ ചേർത്ത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ സമൂഹത്തിന്റെ നേർപകുതിയായ വാമഭാഗമായ സ്ത്രീയെ ഇത്രയേറെ ആദരിക്കുന്ന, സംരക്ഷിക്കുന്ന, ബഹുമാനിക്കുന്ന, സുരക്ഷിതത്വം നൽകുന്ന ഒരാദർശത്തെ, ഒരു തത്വസംഹിതയെ ലോകത്ത് നമുക്ക് വേറെ കാണുക സാധ്യമല്ല. ഈ ദീൻ പഠിപ്പിക്കുന്ന മൂല്യങ്ങൾ എവിടെ ചവിട്ടിമെതിക്കപ്പെട്ടിട്ടുണ്ടോ തീർച്ചയായും അവിടെ നിന്ന് നമുക്ക് മീഠു എന്ന വാക്കുകൾ കേൾക്കേണ്ടി വരും. എവിടുന്ന് വന്നാ മീഠു? 2006 അമേരിക്കക്കാരിയായ ഒരു സ്ത്രീ തുടക്കം കുറിച്ചതാണ്. ലൈംഗിക വിഷയത്തിൽ പീഡനങ്ങളേൽക്കപ്പെടുന്ന ആളുകൾക്ക് തുറന്നു പറയാനുള്ള വേദി എന്ന രൂപത്തിലാണ് മീഠുവിന് തുടക്കം കുറിക്കപ്പെട്ടത്. ഒരൊറ്റ മുസ്ലിം വീട്ടിൽ നിന്ന് ഇസ്ലാമിക സംസ്കാരത്തിൽ വളരുന്ന ഒരു പെണ്ണിന്റെ വായിൽ നിന്നും മീഠു ഉയരില്ല. മറിച്ച് ആ മൂല്യങ്ങളെ എവിടെയാണോ ചവിട്ടിമെതിച്ചത് അവിടെയുള്ള പെണ്ണുങ്ങൾക്കാണ് മീഠു എന്ന് വിളിച്ചു പറയേണ്ടി വരിക. അതുകൊണ്ട് ഈ പരിശുദ്ധ ദീൻ ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കുന്ന ആദർശം അത് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വീട് ഈ നിലക്ക് ഉമ്മ ആദരിക്കപ്പെടുന്ന, ഭാര്യ സംരക്ഷിക്കപ്പെടുന്ന, ഭാര്യ സ്നേഹം നൽകപ്പെടുന്ന, മകൾക്ക് കാരുണ്യം ചൊരിയപ്പെടുന്ന മാതൃകാപരമായൊരു വീടാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനായ നാഥൻ ഇസ്ലാമിന്റെ ആദർശങ്ങളെ ജീവിതത്തിൽ പകർത്താനും അതിനെ അഭിമാനത്തോടുകൂടി സമൂഹത്തിൽ പ്രബോധനം ചെയ്യാനും നമുക്ക് ഇൽമും ഈമാനും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് സല്ലല്ലാഹു അലൻ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പഠിക്കുകയും പകർത്തുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യാനുള്ള ശ്രമങ്ങളും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സ്ത്രീ സമൂഹത്തിന്റെ നേർപകുതിയാണ്, ആദരിക്കപ്പെടേണ്ടവളാണ്. അവളുമായുള്ള പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന അതിപ്രധാനമായ ചില വശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ വചനം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 19-ാമത്തെ ആയത്ത്, വആശിറുഹുന്ന ബിൽ മഅറൂഫ് ഫഇൻ കരഹ്തുമൂഹുന്ന ഫഅസ അൻ തക്റഹു ശൈഅൻ വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറാ. ഭാര്യയുടെ അവകാശങ്ങളെ നിങ്ങൾ തീർച്ചയായും പരിഗണിക്കണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യത്തിൽ വെറുക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ
അള്ളാഹു നിങ്ങൾക്കതിൽ നന്മ വെച്ചിട്ടുണ്ടാകുമെന്നതാണ്. മറ്റൊരു വചനത്തിൽ മനുഷ്യന്റെ സങ്കല്പത്തിൽ നിങ്ങളൊരു കാര്യത്തെ വെറുക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ഖൈറാകും, നിങ്ങളൊരു കാര്യത്തെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഷർറാകും എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്നിച്ചുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇണയുടെ വിഷയത്തിൽ നിങ്ങൾ സംതൃപ്തമാകണമെന്നതാണ് അള്ളാഹുവിന്റെ കൽപ്പന. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ അത് തീർച്ചയായും മറ്റൊരർത്ഥത്തിൽ ഖൈറായിരിക്കും എന്നതാണ് ഈ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പെരുമാറ്റത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. കുടുംബത്തിലെ ഉത്തരവാദപ്പെട്ട അംഗമെന്ന നിലക്ക് പുരുഷന്റെ പൗരുഷ പ്രകടനങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ വന്നുപോകാവുന്ന ചില പെരുമാറ്റ രീതിയിൽ ഞാനാണ് ഇവിടത്തെ അധികാരി, എല്ലാം ഞാനങ്ങ് നേരെയാക്കും ശരിയാക്കും എന്നുള്ള തോന്നല്. പക്ഷേ റസൂലുള്ളാഹിയുടെ വാക്ക് അവിടെ പ്രത്യേകമാണ്. സ്ത്രീയുടെ വിഷയത്തിൽ അവളെ അറിഞ്ഞും അവളെ മനസ്സിലാക്കിയും വേണം നീ പെരുമാറാൻ. ഇസ്തൗസു ബിന്നിസാ ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ളിൽഐൻ وإن أعوج شيء في الضلع أعلاه فإن ذهبت تقيمه كسرته وإن تركته لم يزل أعوج فاستوصوا بالنساء. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്ത്രീകളോട് നന്മയിൽ വർത്തിക്കണം, സ്ത്രീകളോട് നിങ്ങൾ നന്മയിൽ വർത്തിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം വസിയ്യത്ത് ചെയ്യുകയാണ്. നിങ്ങളത് സ്വീകരിക്കണം. കാരണം എന്താ? ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ളിൽഅ, വാരിയല് കൊണ്ടാണ് അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വഇന്ന അഅവജ ശൈഇൻ ഫിൽ ളലൈ അഅലാഹു, വാരിയല്ലുകളിൽ ഏറ്റവും വളവുള്ളത് മീതയുള്ളതാണ്. ഫഇൻ ദഹബത തുഖീമുഹു കസർതഹു, ആ വളഞ്ഞ വാരിയല്ല് നീ നേരെയാക്കാൻ ശ്രമിച്ചാൽ അത് പൊട്ടിപ്പോകും. വഇൻ തറക്തഹു ലം യസൽ അഅവജ്, നീ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ നിനക്ക് എന്ത് ചെയ്യാം? അത് അങ്ങനെ തന്നെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അതുകൊണ്ട് ഫസ്തൗസു ബിന്നിസാ, ഞാനിതാ സ്ത്രീകളോട് നന്മയിൽ വർത്തിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുക. പെണ്ണ് വാരിയല്ല് പോലെയാണ് എന്നതാണ് ഇത് നേർക്ക് നേരെ അർത്ഥം എന്നല്ല അവിടെ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലൂടെ ഉദ്ദേശിക്കുന്നത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സ്വഭാവത്തിൽ അവളുടെ പെരുമാറ്റത്തിലുള്ള പ്രത്യേകതയാണ്. സ്ത്രൈണമായ ചില ഭാവങ്ങൾ സ്വാഭാവികമുണ്ടാകും. ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഞാനങ്ങ് ശരിയാക്കും, ഞാൻ വിചാരിക്കുന്ന പോലെയാകണം അവൾ എന്ന് തീരുമാനിച്ചാൽ ദാമ്പത്യത്തിൽ ഒരിക്കലും സന്തോഷവും സംതൃപ്തി ഉണ്ടാകില്ല. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷനില്ലാത്ത പ്രയാസങ്ങളുണ്ട്. മാസം തോറും ഉണ്ടാകുന്ന ശാരീരികമായ പെരിയോഡിക്കലായ ചില പ്രത്യേകതകൾ അവൾക്ക് മാനസിക സംഘർഷങ്ങൾ കൂടുതൽ നൽകുന്നതാണ്, ശാരീരിക ക്ഷീണങ്ങൾ കൂടുതൽ ഏൽപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ പലപ്പോഴും ആധുനിക കുടുംബ സംവിധാനത്തിൽ അവൾ ഡബിൾ റോള് നിർവഹിക്കേണ്ടുന്നവളാണ്. ഇതിന്റെയൊക്കെ ഭാരം ഒരു സ്ത്രീ അനുഭവിക്കുന്നുണ്ട്. ഒരു പെണ്ണ് ചെയ്യുന്ന ജോലിക്ക് കൂലി കൊടുക്കാൻ ലോകത്തിൽ നിന്ന് ഒരു വ്യവസ്ഥയില്ല. അത്രയേറെയാണ് ഓരോ സ്ത്രീയും അധ്വാനിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് അവളെ ആദരിക്കുകയും അവളിൽ കാണുന്ന താൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ പെട്ടെന്ന് അങ്ങ് നിവർത്തി നേരെയാക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം മനഃശാസ്ത്രപരമായൊരു സമീപനം സ്വീകരിച്ച് നിനക്ക് അനിഷ്ടമായതിനെയും ഇഷ്ടപ്പെടുന്ന വിധത്തിലാക്കി മാറ്റുന്ന സ്വഭാവ മഹിമ നീ വെച്ചു പുലർത്തുക. അപ്പോഴാണ് നിന്റെ വീട് മസ്കനാവുക, ശാന്തിയുടെ സമാധാനത്തിന്റെ കേന്ദ്രമാകുക. അങ്ങനെയുള്ള പങ്കുവെക്കൽ നടക്കുന്ന ഒരു വീട്ടിലാണ് സംതൃപ്തമാകുന്ന കുട്ടികൾ വളർന്നു വരിക. അതുകൊണ്ട് ഒരു സമാധാനമുള്ള ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പിന്റെ ആധാരശില, അതിന്റെ ഒരു യൂണിറ്റ്, ഒരു ഏകകം എന്നുള്ള നിലക്ക് വീട് മാറണമെങ്കിൽ ഈ ഉത്തരവാദിത്വ ബോധം പുരുഷനുണ്ടാകണം. സ്ത്രീയുടെ നേർക്ക് ഇസ്ലാം പഠിപ്പിക്കുന്ന ഓരോ ബാധ്യതയും തികച്ചും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ചുമതലാ നിർവഹണം പുരുഷന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോഴാണ് സ്ത്രീ സുരക്ഷയായി തീരുക, സ്ത്രീയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കപ്പെടുന്ന ഒരവസ്ഥ വരിക. അവിടെയാണ് അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി നടപ്പാക്കപ്പെടുന്ന കാരണത്താൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യവും സഹായവും നമ്മുടെ വീട്ടിലും നമ്മുടെ സമൂഹത്തിലും ഉണ്ടായിത്തീരുക. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളും ശുദ്ധീകരിച്ച് ഏത് നിമിഷവും കടന്നു വരാനിരിക്കുന്ന മരണത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തി നാം മുന്നോട്ട് നീങ്ങുക. നമ്മുടെ മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് നമസ്കാരം നിർവഹിക്കപ്പെടുന്ന ആ ഒരു ദിനത്തിലേക്ക് വേണ്ടി മാപ്പാക്കലിനെയും പൊറുക്കപ്പെടുവിക്കലിനെയും ഒന്നും മാറ്റിവെക്കാതെ എല്ലാം ശുദ്ധമാക്കി ഒരാൾക്കും ഒന്നും നമ്മെക്കുറിച്ച് മോശമായി പറയാൻ
ഞാനില്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ ഇണ നമ്മെക്കുറിച്ച് സംതൃപ്തമായി, നമ്മുടെ മക്കൾ നമ്മളെക്കുറിച്ച് സംതൃപ്തമായി, നമ്മുടെ നാട്ടുകാർ നമ്മളെക്കുറിച്ച് സംതൃപ്തമായി, നഫ്സും മുത്മയിന്നയായി അള്ളാഹുവിലേക്ക് യാത്ര പോകാൻ സാധിക്കുന്ന ഒരു അന്ത്യനിമിഷത്തെ മനസ്സിൽ കൊതിച്ച് ജീവിതത്തെ ആ വിധത്തിൽ നാം പാകപ്പെടുത്തുക. റഹ്മാനായ നാഥ, ആ നിലക്കുള്ള സമാധാനമുള്ള ഒരു മരണം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിന്റെ ദീന് നടപ്പാക്കി അതിനെ മുറുകെ പിടിച്ച് ആ ദീനിനെ സ്നേഹിച്ച് നിന്നെ സ്നേഹിച്ച് റസൂലുള്ളയെ സ്നേഹിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഇണകളോടുള്ള ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ സന്തതികളെ നീ ഞങ്ങൾക്ക് കൺകുളിർമയാക്കി നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ വിവിധങ്ങളാണ്. ഞങ്ങളുടെ മഈഷത്തിൽ നീ ഞങ്ങൾക്ക് വിശാലത നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാരക രോഗങ്ങളിൽ നിന്നും കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.